ഹേ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലേൺ ടു ലീഡ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ UGയിൽ വരുന്ന BCAൻ്റെ സെക്കൻഡ് സെമിസ്റ്ററിലെ പേപ്പറായ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫൗണ്ടേഷൻ ഫോർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന പേപ്പറിൽ കുറച്ച് ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് മൊഡ്യൂൾ 1ലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മീഡിയൻ എന്ന ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് എന്നും അതുപോലെ തന്നെ മീനും അതിൻ്റെ ടൈപ്സും കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കണ്ടാൽ മതി. സോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീഡിയൻ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് മീഡിയൻ? നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാക്കും എന്താണ് മീഡിയൻ എന്ന കാര്യങ്ങളൊക്കെ. സോ മീഡിയൻ എന്തായിരുന്നു? മീഡിയൻ എന്ന് പറയുന്നത് ഒരു മിഡിൽ വാല്യൂ ആണ്. നമ്മുടെ ഡാറ്റാ സെറ്റിലുള്ള ഡാറ്റാസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൽ വരുന്ന ഒരു മിഡിൽ വാല്യൂ ആണ് ഏതെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. സോ മീഡിയൻ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി? മിഡിൽ വാല്യൂ എന്ന് ആലോചിച്ചാൽ മതി. സോ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഉള്ള വാല്യൂസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ അപ്പോൾ നമ്മുടെ ആ സീരീസിലുള്ള ആ ഡാറ്റാ സെറ്റിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിന് കറക്റ്റ് മിഡിൽ വാല്യൂ ആയിരിക്കും മീഡിയനായി വരുന്നുണ്ടാവുക. ഇൻ കേസ് നമ്മുടെ ഡാറ്റാ സെറ്റിലുള്ള വാല്യൂസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ഓഫ് വാല്യൂസ് ആണെങ്കിൽ, ഡാറ്റാ സെറ്റിലെ വാല്യൂസ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ഓഫ് വാല്യൂസ് ആണെങ്കിൽ ദെൻ അതിൻ്റെ ആവറേജ് ആയിരിക്കും, മിഡിലിൽ വരുന്ന രണ്ട് വാല്യൂസിൻ്റെ ആവറേജ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. സോ മീഡിയൻ എന്ന് പറയുന്നത് ഈസ് എ മിഡിൽ വാല്യൂ ഓർ ദ ആവറേജ് ഓഫ് മിഡിൽ വാല്യൂ ഇഫ് ദ വാല്യൂസ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. സോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീനാണ് അടുത്തതായി നോക്കാൻ പോകുന്ന ടോപ്പിക്സ്. നമുക്ക് 3 തരത്തിലാണ് നമ്മൾ മീൻ നോക്കിയ പോലെ തന്നെ മീഡിയത്തിൽ 3 ടൈപ്സ് ഓഫ് മീഡിയൻ ഉണ്ട്. ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡാറ്റ ഉണ്ട്. ഈ രീതിയിൽ 3 രീതിയിലാണ് നമ്മൾ മീഡിയത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് മീഡിയൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. സോ ഇൻ മീഡിയൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് given values in the ascending order, if the number of values are odd, the median is middle value. If the number of values are even, the median is the mean of the middle two values. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ടൈമിൽ ഓഡ് നമ്പർ ഓഫ് സീരീസ് ആണെങ്കിൽ അതിൻ്റെ മിഡിൽ വാല്യൂ ആയിരിക്കും അതിന് മീഡിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഈവൻ നമ്പർ ഓഫ് സീരീസ് ആണെങ്കിൽ അതിൻ്റെ മിഡിലിൽ രണ്ട് വാല്യൂസിൻ്റെ ആവറേജ് ആയിരിക്കും ഏതെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. when n is odd, median is equal to n+1/2th value, and when n is even, the average of n/2 and n/2 + 1th item. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ എക്സാമ്പിൾ കൊടുത്ത് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് 5, 48, 16, 65, 100 grams എന്ന രീതിയിലാണ് നമ്മുടെ എന്ത് കൊടുത്തിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ വാല്യൂസ് കൊടുത്തിട്ടുള്ളത്. ഈ വാല്യൂസിൻ്റെ മീഡിയൻ കാണാനായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ n is equal to 6 ആണ് ഇവിടെ വരുന്ന നമ്പർ. സോ ഇതിൻ്റെ വാല്യൂ ഇവൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കുന്നത്? ഈസ് ആവറേജ് ഓഫ് n/2 ആൻഡ് n/2 + 1th വാല്യൂ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം അതിൽ n/2 6/2 എന്ന് പറയുന്നത് തേർഡായ വാല്യൂ ആണ്. സോ തേർഡ് വാല്യൂവിനെ നമ്മൾ ചൂസ് ചെയ്തു. അതുപോലെ തന്നെ n/2 + 1 ദാറ്റ് ഈസ് ഫോർത്ത് വാല്യൂവിനും ചൂസ് ചെയ്തു. ഈ രണ്ട് വാല്യൂസിനും കൂടി ആവറേജ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 16 + 65 / 2 = 62.5. സോ ഹിയർ ദ മീഡിയൻ ഇസ് ഈക്വൽ ടു 62.5. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ നോക്കിയത് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, സീരീസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് വാല്യൂസിൻ്റെ n/2ൻ്റെയും n/2 + 1th ഐറ്റത്തിൻ്റെയും കൂടി ആവറേജ് കണലാണ് മീഡിയൻ എന്ന് പറയുന്നത്.
സീരീസിലുള്ള എന്നിൻ്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും മീഡിയം കാണുക എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഹിയർ നമ്മൾ കൊടുത്ത വാല്യൂസ് ആണ് 45, 16, 48, 100 ആൻഡ് 65 എന്ന് കൊടുത്തു. ആൻഡ് ഹിയർ ദ n is equal to 5 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു സീരീസ് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ മീഡിയം കാണാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. ഞാൻ ഇവിടെ അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് 45, 48, 16, 65 ആൻഡ് 100 എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു n ഈസ് ഈക്വൽ ടു ഓഡ് ആണെങ്കിൽ മീഡിയൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, n+1/2 എന്ന വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മളിവിടെ മീഡിയൻ്റെ ഇക്വേഷൻ എഴുതി. മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2 വാല്യൂ. സോ ഹിയർ n ഈസ് ഈക്വൽ ടു 5 ആണ്. ആൻഡ് 5+1/2 വാല്യൂ ദാറ്റ് ഈസ് തേർഡ് വാല്യൂ. സോ നമ്മുടെ ഇവിടെ തേർഡ് വാല്യൂ ആയിട്ട് ഏതാണുള്ളത്, 16 അല്ലുള്ളത്. സോ ഹിയർ ദ മീഡിയൻ ഈസ് ഈക്വൽ ടു 60. സോ ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കാണുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പ് ഡാറ്റൻ്റെ നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് മീഡിയൻ ഇൻ ഗ്രൂപ്പ് ഡാറ്റ. ഗ്രൂപ്പ് ഡാറ്റ എന്താണെന്ന് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി ഒന്നും കൂടെ കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ഡാറ്റയിൽ മീഡിയൻ എങ്ങനെ കാണാനുള്ള സ്റ്റെപ്സാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1, ഫൈൻഡ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നിട്ടുണ്ടാകും. നമുക്ക് ഗ്രൂപ്പ് ഡാറ്റൻ്റെ ടൈമിൽ ഗ്രൂപ്പ് ഡാറ്റ ആണെങ്കിൽ നമുക്കൊരു ഫ്രീക്വൻസി ഉണ്ടാകും. കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്ന വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. സോ എക്സും ആ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഫൈൻഡ് n/2 plus 1 and third step ആണ് see in the cumulative frequency the value just greater than n/2 plus 1 and fourth step ആണ് find the corresponding value of x that is median. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഗ്രൂപ്പ് ഡാറ്റയിൽ മീഡിയൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റെപ്സ് വായിച്ചപ്പോൾ എന്താണെന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ല. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. സോ ഗ്രൂപ്പ് ഡാറ്റ എന്ന് പറയുന്നത് നമുക്കൊരു എക്സും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ ആ ഫോം ഓഫ് വാല്യൂസിനെയാണ് പറയുന്നത് ഗ്രൂപ്പ് ഡാറ്റ എന്നുള്ളത്. അപ്പം നമുക്ക് എക്സും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എഫും തന്നിട്ടുണ്ട്. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറേ വാല്യൂസ് ഉണ്ട്, എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറേ വാല്യൂസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഇതിനൊക്കെ ഒരു ടേബിൾ എന്ന ഫോർമാറ്റിലോട്ട് എഴുതി. ടേബിൾ ഫോർമാറ്റിലോട്ട് എഴുതിയാൽ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെന്നാണ്. സോ എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക? സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് വാല്യൂ, ഫസ്റ്റ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് ഫ്രീക്വൻസി ഈക്വൽ ടു 1ൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഫസ്റ്റ് വാല്യൂവിൻ്റെ എപ്പോഴും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതിൻ്റെ ഫ്രീക്വൻസി തന്നെയായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 1 എന്ന് അങ്ങനെ എടുത്തെഴുതി. ഇനി നെക്സ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് എന്താണോ കറൻറ്റ് ഫ്രീക്വൻസി പ്ലസ് പ്രീവിയസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, എന്താണോ കറൻറ്റ് ഫ്രീക്വൻസി, ഇപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന വാല്യൂവിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആ എക്സിൻ്റെ കറസ്പോണ്ട് ആയിട്ട് ഫ്രീക്വൻസി എന്താണ്, ഇവിടെ 3 ആണ് എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി. ഈ 2വിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ ഫ്രീക്വൻസി അത് നോക്കാം. 2വിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രീക്വൻസി 3 ആണ്. ആൻഡ് 3 പ്ലസ് പ്രീവിയസ് ഫ്രീക്വൻസി, 3 പ്ലസ് പ്രീവിയസ് ഫ്രീക്വൻസി, ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. നമ്മളൊരു റാൻഡം വേരിയബിൾ എടുത്തു, എക്സ് ഈക്വൽ ടു 6. എക്സ് ഈക്വൽ ടു 6ൽ എക്സ് ഈക്വൽ ടു 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഏതാണ്, 13 ആണ്. ദാറ്റ് ഈസ് ഈ 13 പ്ലസ് അതിൻ്റെ പ്രീവിയസ് ഫ്രീക്വൻസി 25, ഇത് രണ്ടിൻ്റെ സമ്മായിരിക്കും ഏതെന്ന് പറയുന്നത് അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണോ കറൻറ്റ് ഫ്രീക്വൻസി ആ ഫ്രീക്വൻസി പ്ലസ് പ്രീവിയസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഇതിന് രണ്ടിൻ്റെ സമ്മായിരിക്കും ഏതെന്ന് പറയുന്നത് ഒരു എക്സ് എന്ന വാല്യൂവിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ നമ്മൾ എല്ലാ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടതാണ് മീഡിയൻ. സോ മീഡിയൻ ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് n+1/2. ഹിയർ n ഇസ് ഈക്വൽ ടു 16 ആണ്. n ഇസ് ഈക്വൽ ടു 16 ആണ്. എങ്ങനെ 60 കിട്ടി? n എന്ന് പറയുന്നത് സം ഓഫ് ഫ്രീക്വൻസി ആണ്. സോ നമുക്ക് കിട്ടിയ എന്താണ് ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിയുടെ സമ്മാണ് ഏതെന്ന് പറയുന്നത് എക്സ് പറയുന്നത്. n എന്ന് പറയുന്നത് എന്താണോ നമുക്ക് കിട്ടിയ ഫ്രീക്വൻസി ആ ഫ്രീക്വൻസിന് എല്ലാത്തിനും സമ്മാണ് ഹിയർ n എന്ന് പറയുന്നത്. സോ ഹിയർ n ഇസ് ഈക്വൽ ടു സം ഓഫ് ഫ്രീക്വൻസി ദാറ്റ് ഇസ് ഈക്വൽ ടു 60 കിട്ടി.
So therefore, the median is equal to sum of n plus 1 by 2th item. So here n is equal to 16 ആണ്. That is 60 plus 1 by 2th item. That is equal to median is equal to 13.5th item. So നമുക്കിവിടെ 13.5th item നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടല്ലോ, ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് ഈ 13.5 എന്ന വാല്യൂ വരിക നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുന്ന ടൈമിൽ ഫസ്റ്റത്തേൽ 0 മുതൽ 4 എന്ന വാല്യൂസ് ആയിരിക്കും, സെക്കൻഡത്തേൽ 1 to 4 ആയിരിക്കും, തേർഡിൽ 4 to 9 എന്ന വാല്യൂസൊക്കെ വരുന്നുണ്ടാവുക. അപ്പം നമുക്ക് കിട്ടിയ മീഡിയൻ എന്ന് പറയുന്നത് 13.5 ആണ്. ഈ 13.5 എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്, 25 to 13 ഇടയിലല്ലേ. സോ 25 to 13 ഇടയിലാണ്. സോ 38ലാണ്. സോ നമ്മുടെ 13.5 ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലൊക്കേറ്റ് ചെയ്യുന്നത് 38ലായിരിക്കും. സോ 38ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ ഏതാണോ അതായിരിക്കും ഇതിൻ്റെ മീഡിയൻ. സോ ഹിയർ ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 38ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. സോ ദെർഫോർ ഹിയർ ദ മീഡിയൻ ഇസ് ഈക്വൽ ടു 6. അപ്പോൾ ക്ലിയർ ആയോ, നമ്മൾ ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചതിന് ശേഷം n plus 1 by 2th item കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താണോ മീഡിയൻ ആയിട്ട് വരുന്നത്, ആ മീഡിയൻ എവിടെയാണ് നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് വരുന്നത് നോക്കുക. അവിടെ വരുന്നതിൻ്റെ ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ ചൂസ് ചെയ്യുക. ആ എക്സ് ആയിരിക്കും ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത്. സോ കണ്ടിന്യൂസ് ഫ്രീക്വൻസിയിലും സോ മീഡിയൻ ഇൻ ഗ്രൂപ്പ് ഡാറ്റയിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ക്ലിയർ? സോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് വണ്ണും കഴിഞ്ഞു, മീഡിയൻ ഇൻ ഗ്രൂപ്പ് ഡാറ്റ. ആൻഡ് ദ തേർഡ് വൺ ആണ് മീഡിയൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. നമ്മുടെ മീഡിയനിൽ വരുന്ന ലാസ്റ്റ് സബ് ടോപ്പിക്കാണ് മീഡിയൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. സോ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫൈൻഡ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സെക്കൻഡ് സ്റ്റെപ്പ് ഫൈൻഡ് n by 2. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണോ നമുക്ക് n by 2 എന്ന വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂവിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് ഈ n by 2 വരുന്നത് നോക്കുക. ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രീവിയസ് വാല്യൂ, അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെക്സ്റ്റ് വാല്യൂ, പ്രീവിയസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ടുള്ള അതിനേക്കാൾ വലിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാന്ന് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവെൽ എന്താ നോക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ ആവശ്യമായിട്ടുള്ളത് മീഡിയൻ കാണാനായിട്ട്. സോ ഹിയർ ദ മീഡിയൻ ഇസ് ഈക്വൽ ടു L plus n by 2 minus m ഡിവൈഡഡ് ബൈ F ഇൻറ്റു C. ഈ ഫോർമാറ്റിലാണ് നമ്മളിവിടെ മീഡിയൻ കണ്ടുപിടിക്കുക. L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് ആയിരിക്കും. M എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വിച്ച് ഇസ് കറസ്പോണ്ടിങ് ടു ദ മീഡിയൻ ക്ലാസ്. C എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്പർ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ്. F എന്ന് പറയുന്നത് ഏതാണോ ഫ്രീക്വൻസി നമുക്കിട്ട് മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് F എന്ന് പറയുന്നത്. ആൻഡ് n എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ മീഡിയൻ ഇൻ കണ്ടിന്യൂസ് സീരീസ് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് എന്താണ് മീഡിയൻ എന്നാണ് നോക്കിയത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് എന്താണ് മീഡിയൻ ആൻഡ് ടൈപ്സ് ഓഫ് മീഡിയൻ ആണ് നോക്കിയത്. മീഡിയൻ എന്താണെന്ന് നോക്കി, മീഡിയൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് നോക്കി, ആൻഡ് മീഡിയൻ ഇൻ ഗ്രൂപ്പ് ഡാറ്റ നോക്കി, മീഡിയൻ ഇൻ കണ്ടിന്യൂസ് സീരീസ് നോക്കി. സോ ഈ കാര്യങ്ങളാണ് ഇന്ന് നോക്കിയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.